പ്രത്യേകിച്ച് കറിയോ പഞ്ചസാരയോ പഴമോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജിദ ബിബിൻ. റെബീസ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി പുട്ടാണ്. പുട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, ചിലർക്കൊന്നും ഇഷ്ടമല്ല. എന്നാലും എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് പുട്ട്. അപ്പോൾ നമുക്കൊന്നൊരു വെറൈറ്റി ആയിട്ട് ചെയ്താലോ. മാമ്പഴം കൊണ്ട് നമുക്ക് പുട്ട് തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മൾ മാമ്പഴ പുട്ടാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എനിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട് ഈ വീഡിയോയിലെങ്കിൽ നിങ്ങളത് കമൻസ് അറിയിക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മാമ്പഴപ്പുട്ട് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അജ്മയുടെ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ട് മൂവാണ്ടമാങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ ചാറ് കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ തേങ്ങ ചെരുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ, അരമുറി ഇല്ല, ഒരു കാൽ ഭാഗത്തിൻ്റെ എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയാണ് നമുക്ക് ആവശ്യമായി വരുന്ന ചേരുവകൾ. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മധുരം കുറവാണെങ്കിലും മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ മാങ്ങാപ്പഴം മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാമ്പഴത്തിൻ്റെ സിറപ്പോടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിന് എത്ര വേണമെന്നൊന്നും അളവൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാമ്പഴ സിറപ്പ് മതി. അപ്പോൾ നമ്മൾ മാമ്പഴത്തിൻ്റെ സിറപ്പ് ചേർത്താണ് മുഴുവനായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ അരിപ്പൊടി നല്ലതായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് പുട്ടുകുറ്റി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായി കഴിയുമ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇനി തയ്യാറാക്കാം. നമ്മൾ കുറച്ച് തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മാങ്ങ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇട്ട് കൊടുക്കണ്ട, അവിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടയ്ക്ക് തേങ്ങ ചേർക്കുന്നില്ല. ഏറ്റവും താഴെയും ഏറ്റവും മുകളിലോട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ മാങ്ങ അതിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ആവി കയറിയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശകലം മാങ്ങാപ്പഴം അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാമ്പഴപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയോ പഞ്ചസാരയോ പഴമോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതോടെ നമുക്ക് പുട്ടിനോടുള്ള മടുപ്പൊക്കെ മാറിക്കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.